എമ്പുരാൻ സിനിമ എങ്ങനെയുണ്ട്, എൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ജനങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. കാരണം ലൂസിഫർ എന്ന് പറയുന്ന സിനിമ അത്രയും വലിയൊരു ഇമ്പാക്റ്റാണ്. ആ ഒരു ക്ലൈമാക്സ് സീനിൽ ലാലേട്ടൻ ആരാണ് ഇത്രയും വലിയൊരു, എന്താണ് അങ്ങേര്, എന്താ സംഭവം എന്നൊക്കെ ഒരു വലിയൊരു ചോദ്യചിഹ്നം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെക്റ്റേഷനാണ് ഈ എമ്പുരാൻ സിനിമയ്ക്ക്. ഈ എക്സ്പെക്റ്റേഷൻ്റെ അത്രയും വന്നോ എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് മറുപടി പറയുകയാണെങ്കിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. എക്സ്പെക്റ്റേഷനൊപ്പം വന്നില്ല എന്ന് പറയുമ്പോൾ സിനിമ മോശം എന്നല്ല കേട്ടോ അർത്ഥം. നല്ല സിനിമ തന്നെയാണ്, നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് സിനിമ എടുത്തിരിക്കുന്നത്. ഒരു പക്ക ഇംഗ്ലീഷ് മൂവി പോലെ. ഡയറക്ഷൻ എന്നൊക്കെ പറയുന്നത് പൃഥ്വിരാജിൻ്റെ ബ്രില്യൻസ്, അങ്ങനെ എടുത്തു വെച്ച ആ വിഷ്വൽ, ശരിക്കും വിഷ്വലാണ് ഒരു രക്ഷയില്ലാത്ത വിഷ്വൽ ട്രീറ്റാണ് ആ സിനിമയ്ക്ക്. അപ്പം അതൊക്കെ അടിപൊളിയായിരുന്നു, ഭീകരമായിരുന്നു. ഫൈറ്റ് സീൻസ് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ ലാലേട്ടൻ്റെ ഇൻട്രോ അടിപൊളിയായിരുന്നു. നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഇൻട്രോ ഒരു രക്ഷയിലായിരുന്നു. അതായത് എനിക്ക് ലാലേട്ടൻ്റെ ഇൻട്രോനേക്കാളും എനിക്ക് പൃഥ്വിരാജിൻ്റെ ഇൻട്രോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊരു ഒന്നൊന്നര ഇൻട്രോ ആയിരുന്നു അത് പൃഥ്വിരാജിൻ്റെ. ലാലേട്ടൻ്റെ നല്ല രസമുണ്ടായിരുന്നു, എന്നാലും കമ്പയർലി എനിക്ക് പൃഥ്വിരാജിൻ്റെ ഇൻട്രോ ഒന്നുകൂടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മോഹൻലാൽ എന്ന് പറയുന്ന നടനെ പൃഥ്വിരാജ് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ലൂസിഫർ എന്ന സിനിമയിൽ ലാലേട്ടൻ്റെ ആ ഒരു നോട്ടം, ഓരോ നോട്ടങ്ങൾക്കും ഓരോരോ ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എമ്പുരാനിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഓരോ നോട്ടവും വളരെ എക്സ്പെൻസീവാണ്. അത്രയും പ്രിഷ്യസ് ആയിട്ട് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണിത് എക്സ്പെക്റ്റേഷൻ്റെ ഒപ്പം വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമയുടെ കഥ. ഇപ്പം നമ്മുടെ ലൂസിഫർ നോക്കുകയാണെങ്കിൽ, ലൂസിഫർ എന്ന് പറയുന്ന സിനിമ അവസാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അതിലെ കഥാപാത്രമായിട്ടുള്ള സ്റ്റീഫൻ നെടുമ്പള്ളി എന്തോ സംഭവമാണ്. കാരണം ഏതൊക്കെയോ മഞ്ഞക്കുള്ള സ്ഥലത്തേക്ക് പോയിട്ട് ഒരു ഹെലികോപ്റ്റർ വരുന്നു, അവിടെ ഒരുപാട് ബെൻസ് കാർ നിൽക്കുന്നു, അവിടെ കണ്ണാടി എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ വേറെ എന്തോ ഒരു സംഭവമാണെന്നൊരു വലിയൊരു ചോദ്യചിഹ്നം ഇട്ടിട്ടാണ് ആ സിനിമ അവസാനിക്കുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് അത്തരത്തിലൊരു വലിയൊരു നമ്മൾക്ക് എന്തോ ആണ്, അങ്ങനെ ഒരു വലിയൊരു ചോദ്യചിഹ്നം നമ്മളുടെ മനസ്സിലില്ല. പിന്നെ ആസ് യൂഷ്വൽ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നു. ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സ്റ്റീഫൻ നെടുമ്പള്ളി വീണ്ടും കം ബാക്ക്, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് അയാൾ തിരികെ പോകുന്നു. ഈ തിരികെ പോകുന്നതിനിടയ്ക്ക് ഈ പറയുന്ന പൃഥ്വിരാജിൻ്റെ, സയ്യിദിൻ്റെ കുട്ടിക്കാലം, അവൻ എങ്ങനെയാണ് ഇങ്ങനെ ആയത്, അവൻ എങ്ങനെയാണ് ഇപ്പോൾ ഈ പറയുന്ന സ്റ്റീഫൻ്റെ അടുത്തേക്ക്, നമ്മുടെ എബ്രഹാം ഖുറേഷിൻ്റെ അടുത്തേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചു പോകുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പൃഥ്വിരാജിൻ്റെ ചെറുപ്പം അഭിനയിച്ച ആ ഒരു പയ്യൻ, അവൻ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അവൻ്റെ ഒരു ഫേസും എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അവൻ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ലാലേട്ടനും പൃഥ്വിരാജും ഇവർ രണ്ടുപേരുടെയും ഒരു പ്രത്യേകതരം കെമിസ്ട്രി ഉണ്ട് ആക്ടിങ്ങിൻ്റെ ബേസിൽ വരുന്ന സമയത്ത്. അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് ഫൈറ്റ് സീനിലാണെങ്കിലും അതല്ലാതെയാണെങ്കിലും ഒരു പ്രത്യേകതരം കെമിസ്ട്രി ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും കാണുമ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് എവിടെയാണ് ഈ സിനിമയിലെ പോരായ്മകൾ തോന്നിയതറിയോ? അതായത് ലാലേട്ടൻ സംസാരിക്കുന്ന ഡയലോഗ്സിൽ പലതും ഈ പറയുന്ന ക്രിസ്ത്യൻ അതിൻ്റെ ഒരു ചില എന്താ പറയുക വാചകങ്ങൾ, ഒരുപാട് അർത്ഥമുള്ള വാചകങ്ങൾ എടുത്തിട്ടാണ് മൂപ്പർ കൂടുതൽ സംസാരിക്കുന്നത്. പിന്നെ അതിൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെയാണ്. അത് നമ്മൾ ലൂസിഫറിൽ വരുന്ന സമയത്ത് അത് 1, 2, 3 ഭാഗത്തേ ഉള്ളൂ എങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കൂടുതലും ഈ പറയുന്ന ദൈവവാക്യങ്ങളാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോൾ ഒരു ബോറടി ഫീൽ ചെയ്യും. ഇതിപ്പോൾ എന്താ ഏത് കാര്യം വരുമ്പോഴും ഇങ്ങനെ ഓരോ വചനത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇതിപ്പോൾ എന്തിനാ എല്ലാത്തിലും ഇങ്ങനെ പറയുന്നതെന്നൊരു തോന്നൽ വരില്ലേ, അത് നമുക്കൊരു ഡിസ്റ്റർബിങ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട എനിക്കൊരു മടുപ്പ് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് ഈ സിനിമ കുഴപ്പമില്ല, എങ്കിലും നമ്മളെ അങ്ങോട്ട് പിടിച്ചിരുത്തുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചെറിയ ലാഗൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോൾ സിനിമ വേറെ റേഞ്ചിലേക്ക് മാറുന്നുണ്ട്. അത് ഒരുപാട് ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ പിന്നീട് കയറി വരുന്നുണ്ട്. സിനിമ എന്താണെന്നുള്ളത് സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും നേരെ നമുക്ക് മനസ്സിലാവുക. പക്ഷെ എന്നിരുന്നാലും ഫസ്റ്റ് ഹാഫ് ആ ഒരു ഇൻ്റർവെല്ലിൽ വന്ന് നമ്മൾ ആ സീറ്റിൽ നിന്ന് എണീക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അതുവരെ. സെക്കൻഡ് ഹാഫ് ഓക്കെ, നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ലാലേട്ടൻ്റെയും പൃഥ്വിരാജിൻ്റെയും വേറൊരു വേർഷൻ നമുക്ക് കാണാൻ പറ്റും. ലാലേട്ടൻ്റെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, ലാലേട്ടനും പൃഥ്വിരാജും പിന്നെ കുറച്ച് വില്ലന്മാരെ കൂടിയുള്ളൊരു ഫൈറ്റ് സീന്. അതിൽ ലാലേട്ടൻ അടിക്കുന്ന സമയത്ത് ലാലേട്ടൻ്റെ ഫേസിൽ വരുന്ന ചില എക്സ്പ്രഷൻസ് ഉണ്ട്, അതായത് ദേഷ്യം കൊണ്ട് വരുന്ന എക്സ്പ്രഷൻസ്. അതൊക്കെ ഭയങ്കര ഭീകരമായിരുന്നു കേട്ടോ. കാരണം മൂപ്പറിൻ്റെ ആ ഒരു കണ്ണിൻ്റെ ആ ഒരു പ്രത്യേകത ശരിക്കും എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റി. ഇനി മറ്റ് നടന്മാരായിട്ടുള്ള ടോവിനോ തോമസ്, മഞ്ജു വാര്യർ, ബൈജു തുടങ്ങിയ ആളുകൾ, ടോവിനോ നന്നായി ചെയ്തിട്ടുണ്ട്. ടോവിനോയ്ക്ക് കൊടുത്ത റോള് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. മഞ്ജു വാര്യർ, എനിക്ക് ഈ സിനിമയിൽ മഞ്ജു വാര്യറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ലൂസിഫറിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇതായി തോന്നിയില്ല. ആക്ടിങ് ഒക്കെ ബ്രില്യൻ്റ് തന്നെയാണ്, പക്ഷെ അവരെ നമുക്കങ്ങനെ ഇഷ്ടപ്പെടാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സിനിമയിൽ മഞ്ജു വാര്യർക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അത് നന്നായിരുന്നു, അത് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ബൈജു
ബൈജു അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ബൈജുവിൻ്റെ റോളിന് ഒരു പ്രത്യേക ഒരു കയ്യടി കിട്ടുന്നൊരു റോളാണ്. അതുപോലെ തന്നെ സുരാജിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സുരാജിനും കൊടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാവരുടെയും വലിയൊരു ആകാംക്ഷയായ ആ ഡ്രാഗൻ്റെ ചിത്രം കൊടുത്തിട്ടുള്ള ആ വ്യക്തി ആരാണെന്നുള്ളത് അത് നിങ്ങളെല്ലാവരും കണ്ടു തന്നെ അറിയുക. അത് ഞാൻ പറയണില്ല എന്തായാലും. അത് നമുക്ക് ഈ സിനിമയുടെ ക്ലൈമാക്സിൽ എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ലൂസിഫർ സിനിമ പോലെ തന്നെയാണ്. ലൂസിഫർ എന്താണോ നമ്മൾ കാണുമ്പോൾ കിട്ടുന്നത് അതേപോലെ തന്നെയാണ് എമ്പുരാനും. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ലൂസിഫറിൻ്റെ എൻഡിൽ നമുക്കിങ്ങനെ ഒരു വലിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നും, എന്തോ ലാലേട്ടൻ എന്താണ്, കാരണം നമ്മൾ കാണാത്ത കാഴ്ചയാണ്, നമ്മൾ ലാലേട്ടൻ അങ്ങനെ കണ്ടിട്ടില്ല. അത് എമ്പുരാനിലെത്തുന്ന സമയത്ത് നമ്മൾ ലാലേട്ടനെ ആ രീതിയിൽ കണ്ട് പഴകിയിട്ട് തിരിച്ച് വീണ്ടും സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് വന്ന് ആ രീതികളും നമ്മൾ കുറച്ച് കണ്ടു. പിന്നെ അതിനുശേഷം ലാലേട്ടൻ എങ്ങനെയാണ് ഇങ്ങനെ ആയത്, ലാലേട്ടൻ എങ്ങനെയാണ് ഈ പറയുന്ന കുറേശ്യ ആയത്, സ്റ്റീഫൻ എങ്ങനെയാണ് കുറേശ്യ ആയത് എന്നുള്ള ഒരു കഥയാണ്. അതാണ് ഇനി അടുത്ത 3ൽ വരുന്നത്. പക്ഷെ അതിൽ നമുക്ക് ഒരുപാട് അതിന് നമ്മളിങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, അല്ലെങ്കിൽ അതിൽ എന്തോ ആണ് അത് നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ചിലപ്പോൾ അങ്ങനെ വർക്കാവുന്ന ആളുകൾ ഉണ്ടാവാം. സിനിമയുടെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതായിരുന്നു, വിഷ്വലും നല്ലതായിരുന്നു, സിനിമാറ്റോഗ്രാഫി നല്ലതായിരുന്നു. ഇതിൽ എനിക്ക് പൃഥ്വിരാജിന് വലിയൊരു കയ്യടി കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് നന്നായിട്ടാണ്. ഇതിൽ കഥയുടെ ചില പോരായ്മകളാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ സിനിമ എന്തുകൊണ്ടാണ് എക്സ്പെക്റ്റേഷൻ്റെ അത്ര വന്നില്ല എന്നുള്ളത് കഥയിലെ പോരായ്മകളാണ്. പക്ഷെ അങ്ങേര് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് മൂവി സ്റ്റഫ്, അത് നല്ല ക്വാളിറ്റിയിൽ ഹൈ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയിൽ മൂപ്പരത് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ സീൻസ് ആണെങ്കിലും ഹെലികോപ്റ്റർ സീൻസ് ആണെങ്കിലും അതൊക്കെ നമുക്ക് തോന്നും നമ്മളുടെ മലയാളത്തിൽ ഇതുപോലൊരു സിനിമ വന്നിട്ടുണ്ട്, നമുക്ക് അഭിമാനിക്കാം. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മേ ബി ഒരുപാട് ഓവർ എക്സ്പെക്റ്റേഷൻ്റെ ആയിരിക്കാം. നമുക്ക് ഈ ഓവർ എക്സ്പെക്റ്റേഷൻ വരുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഇതായിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയല്ലേ എന്നൊരു തോന്നൽ കിട്ടുമല്ലോ, അതാണ്, അല്ലാതെ വേറൊന്നും അല്ല. പിന്നെ പൊതുവേ ഈ സിനിമ പോകുന്നത് തന്നെ ലാഗായിട്ടാണ്. അതിൻ്റെ ചില സീൻസ് ഭയങ്കര ലാഗാണ്. അത് മാത്രമല്ലാതെ ഇതിലെ ചില കാര്യങ്ങൾ, ഇപ്പം ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഡയലോഗ്സും പരിപാടിയും കാര്യങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് ആസ് യൂഷ്വൽ അത് 1-2 തവണ ഫൈൻ, ഓക്കെ, കുഴപ്പമില്ല, അതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കത് ഇതിപ്പോൾ എല്ലാത്തിലും തന്നെ പറയുന്നതെന്ന് തോന്നില്ലേ, അതെന്തായാലും ഉണ്ടാവും. എന്തായാലും എമ്പുരാൻ നല്ലൊരു ക്വാളിറ്റി സിനിമയാണ്, 1 ടൈം വാച്ചബിളാണ്. തീർച്ചയായിട്ടും 1 ടൈം വാച്ചബിൾ എന്ന് പറയുമ്പോൾ ഒരു തവണ എന്തായാലും കണ്ടിരിക്കണം. കാരണം ആ ഒരു വിഷ്വൽ ട്രീറ്റ്, പൃഥ്വിരാജിൻ്റെ ആ ഒരു ഡയറക്ഷൻ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്, ആ എടുത്തു വച്ചിരിക്കുന്ന രീതി. പിന്നെ ലാലേട്ടനെ എനിക്ക് തോന്നുന്നു ഫൈറ്റ് സീൻസിൽ കുറച്ചുകൂടെ പൃഥ്വിരാജും ലാലേട്ടനെയും കൂടെ ഒരു കോംബോ ഫൈറ്റ് സീനുണ്ട്. കോംബോ പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ചേർന്ന് ഉള്ളൊരിത്, അതിൽ ലാലേട്ടനെ കുറച്ചുകൂടെ ഭീകര ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ലാലേട്ടനെ വേറൊരു രീതിയിൽ ഇങ്ങനെ ഒരു സ്റ്റൈലിഷായി കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫൈറ്റ് സീനിൽ. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ഇൻട്രോ മാസാണ്, അടിപൊളിയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും എനിക്ക് കമ്പയർലി നോക്കുമ്പോൾ എനിക്ക് പൃഥ്വിരാജിൻ്റെ ഇൻട്രോ എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് അടിപൊളിയായിട്ട് അവന്മാരെ എടുത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്കത് എന്താ പറയുക, ഞാൻ പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് ഇത് പൃഥ്വിരാജ് മൂവിയാണോ എനിക്ക് തോന്നിപ്പോയി. കാരണം അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ എല്ലാവരും പോയി കാണുക, ആ ഒരു വിഷ്വൽ ട്രീറ്റ് അനുഭവിച്ചറിയുക. പിന്നെ തേർഡ് പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുക. സിനിമ എൻഡ് ചെയ്തതിന് ശേഷം ആ തിയേറ്ററിൽ തന്നെ കുറച്ച് നേരം കൂടി ഇരിക്കണം കേട്ടോ. കാരണം തേർഡ് പാർട്ടിൻ്റെ ചില ഹിൻഡുകളും പരിപാടിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതെന്തായാലും കണ്ടിരിക്കണം. കാരണം തേർഡ് പാർട്ട് വരുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതിന് നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ശരിക്കും എബ്രഹാം ഖുറേഷി എന്താണെന്നുള്ളത് കാണിക്കുന്നത് തേർഡ് പാർട്ടിലാണ് കംപ്ലീറ്റ്ലി. അയാൾ ഇങ്ങനെ ആയി, അയാൾ എങ്ങനെയാണ് അവിടെ നിന്ന് ഇവിടം വരെ എത്തിയെന്നുള്ളത് കാണിക്കുന്നതൊക്കെ തേർഡ് പാർട്ടിലാണ്. ഇനി സിനിമയിൽ ബാക്കിയുള്ള കഥാപാത്രങ്ങളായിട്ടുള്ള നമ്മുടെ ഇന്ദ്രജിത്ത്, പിന്നെ അതുപോലുള്ള ചെറിയ നടന്മാരൊക്കെ ഇല്ല, അവരൊക്കെ ആസ് യൂഷ്വൽ അവരെങ്ങനെയാണോ ഉള്ളത് നമ്മുടെ ലൂസിഫറിൽ ഉണ്ടായിരുന്നത് അതേപോലെ അതിൻ്റെ ഒരു റിപ്പീറ്റ് വേർഷൻ. അതിലെന്താണോ ചെയ്തിരുന്നത് അതന്നെ ഇതിലും ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ എൻ്റെ അഭിപ്രായം. 1 ടൈം വാച്ചബിളാണ്. നമ്മളങ്ങനെ വലിയ സംഭവം സിനിമ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഓവർ കോരിത്തെരിക്കലും സംഭവം മാസം എന്നൊക്കെ പറയണ പരിപാടിയൊന്നുമില്ല. 1 ടൈം വാച്ചബിളാണ്. അങ്ങനെ വലിയ സംഭവം ഇല്ലെങ്കിലും നമുക്ക് നന്നായിട്ട് കണ്ടിരിക്കാം, ഡയറക്ഷൻ കണ്ടിരിക്കാം, വിഷ്വൽ ട്രീറ്റ് കണ്ടിരിക്കാം. ഓക്കെ, ഇതാണ് അപ്പോൾ എൻ്റെ അഭിപ്രായം. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.